ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർക്കും സദസ്സിലെ എല്ലാ വിശ്വാസികൾക്കും ദൈവനാമത്തിൽ വന്ദനം. പ്രിയമുള്ളവരെ, മലയാളീസ് എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് നാഗ്പൂരിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ എക്യൂമെനിക്കൽ കരോൾ 2025 എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. മർത്തോമ സിറിയൻ ചർച്ച് വികാരി ഫാദർ മാത്യൂസ് മത്തായി യുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം 2023 രൂപീകരിക്കപ്പെട്ടത്. മർത്തോമ സിറിയൻ ചർച്ച്, സെന്റ് ജോർജ് ജാക്കോബൈ സിറിയൻ ചർച്ച്, സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ചർച്ച്, സെന്റ് ജൂഡ് കാത്തലിക് ചർച്ച്, സെന്റ് തോമസ് മലങ്കര കാത്തലിക് ചർച്ച്, ഇങ്ങനെ വ്യത്യസ്ത സഭകളുടെ 5 പള്ളികളാണ് ഈ പ്രസ്ഥാനത്തിൽ അംഗങ്ങളായുള്ളത്. ആദ്യത്തെ വർഷം മർത്തോമ പള്ളിയിൽ വെച്ചും രണ്ടാമത്തെ വർഷം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ചും സംയുക്ത കരോൾ പ്രോഗ്രാം വിജയകരമായി നടത്തപ്പെട്ടു. അടുത്ത വർഷം ജനുവരി 25-ാം തീയതി മർത്തോമ പള്ളിയിൽ വെച്ചും ജനുവരി 26-ാം തീയതി ഈ പള്ളിയിൽ വെച്ചും ജനുവരി 27-ാം തീയതി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വെച്ചും സുവിശേഷ യോഗം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനോദ്ദേശം മലയാളത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വിവിധ സഭകളുടെ പള്ളികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതുവഴി അംഗങ്ങൾ തമ്മിൽ പരസ്പരം പരിചയപ്പെടുവാനും ക്രിസ്തീയ സ്നേഹം പങ്കിടുക എന്നുള്ളതാണ്. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തിരുജനനത്തെ ആഘോഷിക്കുവാനായി ഒരുങ്ങിയിരിക്കുന്ന മനോഹരമായ ഈ സായാഹ്നത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ദൂതുമായി ക്രിസ്മസിനെ വരവേൽക്കുവാൻ നാം എല്ലാവരും വിവിധ പള്ളികളിൽ നിന്നും ഈ പള്ളിയിൽ ഒത്തുചേരുവാൻ തന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മലയാളീസ് എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ പേരിലും ഈ പള്ളിയുടെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ആചാര്യന്മാർക്കും സദസ്സിലെ എല്ലാ വിശ്വാസികൾക്കും ഹൃദയംഗമായ ക്രിസ്മസ് ആശംസകളും പുതുവത്സര ആശംസകളും നേരുന്നു. ഇനി നമ്മുടെ വിശിഷ്ടാതിഥികളെയും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പള്ളികളുടെ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്ന ദൗത്യത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സെമിനാരി നാഗ്പൂരിന്റെ വാർഡനായി സേവനമനുഷ്ഠിക്കുന്ന റവറൻഡ് ഫാദർ ജോമോൻ ജോൺ അച്ഛനാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി സെമിനാരി സേവനമനുഷ്ഠിക്കുന്നു. നമ്മൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ക്ഷണം സ്വീകരിക്കുകയും തീർച്ചയായും ഒന്ന് പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. വളരെ തിരക്കിട്ട സമയത്തും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഹൃദയാംഗമായി സ്വാഗതം ചെയ്യും. റവറർ ജോമോൻ ജോൺ അച്ഛനെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനായി ഈ പള്ളിയുടെ പ്രസിഡന്റ് മിസ്റ്റർ എ പി അലക്സാണ്ടറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി കൂട്ടായ്മയുടെ അധ്യക്ഷനായിരിക്കുന്ന ഈ പള്ളിയുടെ വികാരി റവറർ വർഗീസ് പടിഞ്ഞാറേക്കര അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ സ്വീകരിക്കുന്നതിനായി സെന്റ് ജൂഡ് കാത്തലിക് പള്ളിയുടെ ട്രഷറർ മിസ്റ്റർ റോയ് തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി സെന്റ് ജൂഡ് കാത്തലിക് പള്ളിയുടെ വികാരി റവറർ ജോസ് കുര്യൻ അച്ഛനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ബൊക്കെ നൽകി സ്വീകരിക്കുന്നതിനായി പള്ളിയുടെ ട്രഷറർ മിസ്റ്റർ സാബു ജോസഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ദാനിയേൽ ജോർജ് അച്ഛനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനായി പള്ളിയുടെ സെക്രട്ടറി മർത്തോമ ചർച്ച് ട്രഷറർ മിസ്റ്റർ ഷിബു എബ്രഹാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഇനി മർത്തോമാ സുരിയൻ ചർച്ചിന്റെ വികാരി റവറൻ മാത്യു മത്തയി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനായി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയുടെ സെക്രട്ടറി മിസ്റ്റർ MG ജോണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സെന്റ് തോമസ് മലങ്കര കാത്തലിക് ചർച്ചിന്റെ വികാരി റവറൻ ഫാദർ റോണി മാത്യുവിനെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനായി മർത്തോമാ സുരിയൻ ചർച്ചിന്റെ സെന്റ് തോമസ് മലങ്കര കാത്തലിക് പള്ളിയുടെ സെക്രട്ടറി മിസ്റ്റർ അലക്സാണ്ടർ മാത്യുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനായിട്ട് ഈ പള്ളിയുടെ മെമ്പർ എക്സിക്യൂട്ടീവ് മെമ്പർ മിസ്റ്റർ റൊണാൾഡ് ഇടിക്കുലിയെ ക്ഷണിക്കുന്നു. ഇനി NCCയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഫാദർ റെബിൻ ജോണച്ചനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനായി ഈ പള്ളിയുടെ ഗവേണിംഗ് ബോർഡ് മെമ്പർ മിസ്റ്റർ കുര്യൻ ജോസഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സെമിനാരിലെ റവറൻ ഫാദർ പത്രോസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നതിനായി കൂടാതെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പള്ളികളുടെയും സെക്രട്ടറിമാരെയും കമ്മിറ്റി മെമ്പേഴ്സിനെയും ഗായക സംഘത്തെയും ഇടവകാംഗങ്ങളെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഗാനസന്ധ്യയിൽ ശ്രുതിപതിരമായ ഗാനങ്ങൾ ആസ്വദിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചും ഈ ക്രിസ്മസ് രാവ് നമുക്ക് ദൈവാനുഗ്രഹത്തിൻ്റെയും ധന്യനിമിഷങ്ങളാക്കാം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ വേളയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം ആകണം മൗദീകരിക്കപ്പെടുമാറാകട്ടെ. നന്ദി, നമസ്കാരം.